പാകിസ്ഥാൻ താരം അഫ്രീദിയെ കൊണ്ടുവന്ന് അനുമോദിച്ച ഒരു കേരളത്തിലെ കുറച്ച് ഊളകളുണ്ടല്ലോ, കുറച്ച് ഒരു എന്താ പറയുക, തെറി പറയണം അവരെ. ശരിക്കും നമ്മളുടെ ഒരു മാന്യത തെറി പറയാൻ അനുവദിക്കുന്നില്ല. ആ ഫംഗ്ഷനിൽ പങ്കെടുത്ത സകലമാന എണ്ണത്തിൻ്റെയും തല ഇങ്ങനെ റോട്ടിലൂടെ കാണണം ഫ്ലക്സിൽ. സത്യം, അതിൽ വന്നിട്ട് കൂത്താടിയിട്ടുള്ള സകല എണ്ണത്തിനും കേരളക്കാരുടെയും മുഖം ഫ്ലക്സ് വെച്ചിട്ടുകൊണ്ട് നമ്മൾ ഈ രാജ്യത്ത് പ്രദർശിപ്പിക്കണം. രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? കുറേ എണ്ണം ഉണ്ട്, ഹിന്ദുക്കൾ പറഞ്ഞിട്ട് കുറേ എണ്ണം. 4 പെഗ്ഗിന് വേണ്ടിയിട്ടും അല്ലേ, 2 കഷ്ണം അൽഫാമിന് വേണ്ടിയിട്ടും പോയിട്ട് അവിടെ കടന്ന് കാന്ന് പറഞ്ഞവർ. ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവരാരാ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾക്കുള്ളിലെ ആൾക്കാരെ ഇപ്പോൾ ഒരുപാട് രാജ്യദ്രോഹികൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ രഹസ്യം ചോർത്തി എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായില്ലേ? ആരായി ചോർത്തിക്കൊണ്ടിരിക്കുക? ഒക്കെ ഹിന്ദു പേരുകളാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കാം? ഇവർക്ക് ഈ ഫണ്ട് ഓഫർ ചെയ്യുന്ന ആരാണ്? അപ്പം 4 അണയ്ക്ക് ഗതിയില്ലാത്തവനൊക്കെ ഇതുപോലെ വിളിച്ചങ്ങോട്ട് പോകും. അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. മനസ്സിലായില്ലേ? ചില ആൾക്കാർ ജീവിക്കാൻ, അത് ഇവർക്കിടയിൽ ജീവിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് തോന്നിയിട്ട് പോണ കുറേ ടീമുകളുമുണ്ട്. എന്ത് തന്നെയായാലും ശരി, ഈ നാറികളുടെ മുഖം മുഴുവൻ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഫ്ലക്സ് വെച്ചുകൊണ്ട് ഇവൻ്റെയൊക്കെ വീടിൻ്റെ ആ മതിലിനോട് ചേർന്ന് വരെ ഫ്ലക്സ് വെക്കണം. ഇവൻ രാജ്യദ്രോഹിയാണ്, ഇവനെ വിശ്വസിക്കരുത്, ഇവൻ രാജ്യത്തെ ഒറ്റുകൊടുത്തവനാന്ന് പറഞ്ഞുകൊണ്ട് വെക്കണം. ഓരോ വ്യക്തികളുടെയും വെക്കണം. ഇവൻ്റെയൊക്കെ പാസ്പോർട്ട് റദ്ദാക്കണം. തമാശയല്ല. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ഊളെ ആദ്യം പിടിച്ച് ജയിലിടണം. ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഇതൊക്കെ ന്യായീകരിക്കുന്ന കാണുമ്പോണ്ടല്ലോ, പൊന്നു രാഹുല, നിന്നൊക്കെ ശരിക്കും പറഞ്ഞ നീ ഒന്നും ഈ ഇന്ത്യയിൽ ജനിക്കേണ്ടവനല്ല. ഒരു പാകിസ്ഥാൻ്റെ ഒരാളെ അനുമോദിക്കുക, അത് നമ്മളെ ഓപ്പറേഷൻ സിന്ദൂറിന് വരെ എതിരായിട്ട് നിന്ന ഒരാളല്ലെങ്കിൽ അതിനെതിരെ വളരെ വലിയ രീതിയിൽ ഒരു റാലിയൊക്കെ നടത്തിയവനാണ് ഇവൻ. അവനെ കൊണ്ടുപോയിട്ട് കേരളത്തിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞ് കുറേ ഊളകൾ ഈ പറഞ്ഞ പോലെ അനുമോദനം നടത്തിയപ്പോൾ ഇവൻ അതിനെ ന്യായീകരിക്കുന്നു. എൻ്റെ രാഹുല, നീ ഏത് തന്ത്രി കുടുംബത്തിലുണ്ടായതാ? അറിയാട്ട് ചോദിക്കുക. ഞങ്ങൾക്ക് സംശയമുണ്ട് കേട്ടോ. നിനക്ക് സംശയം ഉണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. സത്യം പറയാം, നീ പറയണ ഏത് കുടുംബത്തിലുണ്ടായി ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് പറയണത്. ഇവൻ്റെയൊക്കെ ശരിക്കും പറയാം വലിയ ഫോട്ടോ ആക്കിയിട്ട് പറ്റിയവൻ്റെ കുടുംബത്തെയും ചേർക്കണം. സത്യം, ഈ കുടുംബം എന്ന് പറഞ്ഞിട്ട് തന്നെ ചേർക്കണം. എന്നിട്ട് ഫ്ലക്സ് വെക്കണം. മനസ്സിലായില്ലേ? ഇവനൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, ഇവനൊക്കെ രാജ്യദ്രോഹിയാന്ന് പറഞ്ഞിട്ട്, ഇവനൊക്കെ ഇവിടുന്ന് എന്താ കയറ്റി വിടണമെന്ന് പറഞ്ഞിട്ട് വലിയ ഫ്ലക്സുകൾ വെക്കണം. 2 പെഗ്ഗിനും 4 ഇറച്ചി പീസിനും വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്തവന്മാരവന്മാർ, സ്വന്തം രാജ്യത്തിൻ്റെ അഭിമാനം വിറ്റ് തൊലച്ചവന്മാരവന്മാർ. ഇവന്മാരെ നീ നാട്ടിലോട്ട് അടുപ്പിക്കരുത്. സത്യം, നവോത്ഥാനം കയറിയിട്ട് ഇവൻ്റെയൊക്കെ അമ്മയുടെ നവോത്ഥാനം അങ്ങോട്ടും കത്തി കയറിയിട്ട് രാജ്യം ഏതാണ്, രാജ്യത്തിൻ്റെ വികാരം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇവന്മാരൊക്കെ വളർന്നു. ഇവന്മാരൊക്കെ എന്താ പറയുക, ആസനം കൊണ്ട് ചിന്തിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയി. തലച്ചോറല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അന്നം കഴിക്കുന്നത് മലദ്വാരത്തിലൂടെയാണ് എന്നുള്ള ഭാവത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോണത്. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാവണം. അതിനെന്താ പരിഹാരം എന്ന് അറിയാം? ഇവൻ്റെയൊക്കെ വീട്ടിൽ, ഇവൻ്റെയൊക്കെ മതിലിനോട് ചേർന്ന് ഫ്ലക്സ് വെക്കണം. ഈ രാജ്യദ്രോഹിയെ ശ്രദ്ധിക്കുക, ഈ വീട്ടിലുള്ളവർ രാജ്യദ്രോഹികളാണ്. അപ്പോൾ അല്ലാതെ അവൻ്റെ അമ്മ അച്ഛനും വന്ന് തള്ളി പറയട്ടെ, അല്ലെ അവൻ്റെ വാപ്പയമ്മയും വന്ന് തള്ളി പറയട്ടെ, ഞങ്ങൾക്ക് ഇതായിട്ട് യാതൊരു ബന്ധമില്ല, അവൻ രാജ്യദ്രോഹിയാണ്, അവരങ്ങോട്ട് പറഞ്ഞോട്ടെ എന്നേ, പ്രശ്നം തീർന്നില്ലേ? അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാനുള്ള പണി നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്ക്. മനസ്സിലായില്ലേ? അത് എടുക്കണം. നമ്മുടെ വികാരത്തെയാണ് ഇല്ലാണ്ടാക്കണതേ. നമ്മളെ രാജ്യത്തിനോടുള്ള വികാരത്തെയാണ് ഇല്ലാണ്ടാക്കണത്. അത് ചില അമ്മമാരുടെ കാലിൻ്റെ ഇടയിൽ കൊണ്ട് വെക്കാനുള്ളതൊന്നും അല്ല. മനസ്സിലായില്ലേ? ഒരുത്തൻ്റെ കാലിൻ്റെ ഇടയിൽ കൊണ്ട് വെക്കാനുള്ളതല്ല നമ്മുടെ രാജ്യത്തിനെ. അപ്പം നമ്മൾ പ്രതികരിക്കണം. നമ്മൾ പ്രതികരിച്ചാലേ ഇതുപോലത്തെ തെറ്റുകൾ ഇനി സംഭവിക്കാതിരിക്കുള്ളൂ. ഓക്കെ.